ഹായ് ഹലോ. അപ്പോൾ എല്ലാവർക്കും എന്താ വിശേഷം? സുഖമായിട്ടിരിക്കണോ? അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നുണ്ടല്ലോ, നമ്മുടെ ഇൻസ്റ്റയിൽ ഞാൻ കുറേ ദിവസമായിട്ട് വീഡിയോസ് ഇടാൻ തുടങ്ങിയിട്ട് യൂട്യൂബിൽ അവർ ഇട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാനിന്ന് കാണിക്കാൻ വന്നിട്ടില്ല. എൻ്റെ കളക്ഷൻസ് കുറേ ദിവസമായിട്ട് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ എൻ്റെ ഈദിൻ്റെ ഔട്ട്ഫിറ്റ് കാണിച്ചപ്പോഴത്തേക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമായിരുന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളക്ഷൻസ് പറയും, നിങ്ങൾക്ക് ലൈറ്റ് വെയിറ്റ് യൂസ് ചെയ്യാൻ പറ്റുമോ, അത് സെല്ല് ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള കൺഫ്യൂഷൻസൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അതിൻ്റെ അകത്ത് വീഡിയോസ് ഇട്ടത്. അപ്പോൾ കൈമേലാഞ്ചി കാണിക്കാൻ പറഞ്ഞു, അങ്ങനെ കാണിച്ചു. പിന്നെ ഒരു ഔട്ട്ഫിറ്റ് കാണിച്ചു. അപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമായി, നല്ല റെസ്പോൺസ് ആയിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് വെച്ചാൽ ഇൻസ്റ്റയിൽ വിട്ടിട്ടുണ്ട്. അപ്പോൾ പോയിട്ട് ചെക്ക് ചെയ്യുക. എന്താ പറയുക, നമ്മുടെ അഡ്ജസ്റ്റബിൾ ബ്രേസ്ലെറ്റ് അതിൻ്റെ ഒരു കുറച്ച് കളക്ഷൻസ് ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ ഒത്തിരി പേര് അത് എന്താണ് പറയുക, ഒത്തിരി പേരല്ല, ചിലർ ചോദിക്കും ഇതിങ്ങനെ നമുക്ക് പറയാം അഡ്ജസ്റ്റ് ചെയ്യുന്ന ആ ഒരു സംഭവം എന്താണ് കംപ്ലയിൻറ്റ്സ് ആവില്ലേ, അങ്ങനെയൊക്കെ. അത് യൂസ് ചെയ്യുന്നതനുസരിച്ചിരിക്കും കേട്ടോ. നമ്മൾ പിടിച്ച് വലിച്ചൊന്നും യൂസ് ചെയ്യരുത്, കുറച്ച് കെയർ ചെയ്തിട്ട് ചെയ്യണം. അപ്പോൾ എൻ്റെ കളക്ഷൻസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരുപാട് മുന്നേ മുതലുള്ള ബ്രേസ്ലെറ്റുകളുണ്ട്, അത് ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് ഓർണമെൻറ്റ്സ് ആയാലും ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ അതിന് കൊടുക്കുന്ന കെയറിങ് പോലെ ഇരിക്കും, എത്ര ഹെവി വെയിറ്റ് ആയാലും ലൈറ്റ് വെയിറ്റ് ആയാലും. അപ്പോൾ എന്തായാലും ഞാൻ ഒരുപാട് വലിച്ചിട്ടുള്ള ഇന്നത്തെ എൻ്റെ അഡ്ജസ്റ്റബിൾ കളക്ഷൻസ് കാണിച്ച് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അതേ ഞാൻ എൻ്റെ അഡ്ജസ്റ്റബിൾ ബ്രേസ്ലെറ്റ് എല്ലാം നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇതിൻ്റെ അകത്തുള്ളത് എൻ്റെ മാത്രമല്ല കേട്ടോ, ഇത് ബത്തൂസിൻ്റെയും ബൈജമോളുടെ ഉണ്ട്. ഇത് കളക്ഷൻ കണ്ട നമ്മുടെ യൂട്യൂബിൽ വീഡിയോസ് ഫസ്റ്റ് മുതൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് വന്ന് കമൻറ്റ് ചെയ്യട്ടോ. ആദ്യം മുതലുള്ള നമ്മൾ അഡ്ജസ്റ്റബിൾ കാണിച്ച കാലഘട്ടം മുതലുള്ള അഡ്ജസ്റ്റബിൾ ഉണ്ട് ഇതിൽ. കാരണം ഏറ്റവും ഫസ്റ്റായിട്ട് ഞാൻ വെയർ ചെയ്തത് ഈ ഒരു അഡ്ജസ്റ്റബിൾ ആട്ടോ. ഇതെനിക്ക് ഇക്കാക്ക നല്ല അടിപൊളി കളക്ഷൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നൊരു കളക്ഷനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ, എനിക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ ഒരു സംഭവം. ഇപ്പോഴും ഞാനത് മിക്കവാറും എന്താ പറയുക പോളിഷ് ചെയ്തിട്ട് വീണ്ടും യൂസ് ചെയ്യുകയാണ്. ഇതിൻ്റെ ചെയിനുകൾക്കൊന്നും ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല, അതിൻ്റെ അഡ്ജസ്റ്റ് ചെയ്യുന്ന സംഭവത്തിന് ഒന്നും പറ്റിയിട്ടില്ല, ഈ ഐറ്റത്തിന് ഒന്നിനും ഒരു കംപ്ലയിൻസും വന്നിട്ടില്ല. അപ്പോൾ അത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഒന്ന് സ്ലോവിൽ അത് വലിക്കുകയും ഇടുകയൊക്കെ ചെയ്ത പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ഈ ഒരു ഹാർട്ട് കിടക്കുന്നതാണ്ടോ, ഇത് 18 ക്യാരറ്റിൽ വരുന്ന, ഇതും എൻ്റെ ഫേവറേറ്റ് തന്നെയാണ് കേട്ടോ. ഇത് UAE നിന്ന് ഞാൻ ഇതേപോലെ ഇവിടെ ഇരുന്ന വീഡിയോ കണ്ടുകൊണ്ടിരുന്നപ്പോൾ സാർ അവിടെയായിരുന്നു, ഒത്തിരി കളക്ഷൻ വന്നു എന്ന് പറഞ്ഞിട്ട് വീഡിയോ കാണിച്ചപ്പോൾ ഈ ഒരു കളക്ഷൻ കണ്ടപ്പോൾ എനിക്ക് ഒരു രക്ഷയില്ല, എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു. ഞാൻ അങ്ങനെ അവിടെ നിന്ന് എടുത്തൊരു കളക്ഷനാട്ടോ. പിന്നെ എൻ്റെ പേഴ്സണൽ ഡയമണ്ട്സ്, എനിക്ക് അങ്ങനെ ഒരുപാട് ഡയമണ്ട്സിനോടൊന്നും താല്പര്യമില്ല, പക്ഷെ നമ്മുടെ മിനിമൽ ഡയമണ്ട് വരണോണ്ടുണ്ടല്ലോ, എനിക്ക് ഡയമണ്ട് ഭയങ്കര ഒരു റോസ് ഗോൾഡിൽ വരുമ്പോൾ പ്രത്യേക ഭംഗിയല്ലേ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് എടുത്ത അഡ്ജസ്റ്റബിൾ ബ്രേസ്ലെറ്റ് ആട്ടോ ഇത്. പിന്നെ ഇത് നമ്മുടെ ബത്തൂസിൻ്റെ ആണ്. ഈ ഒരു ഹാർട്ട് ബത്തൂസിൻ്റെ അല്ലേ, ഇത് മൈജമോൾ ആട്ടോ യൂസ് ചെയ്യുന്നത്. മോള് വരെ യൂസ് ചെയ്തിട്ട് അതിൻ്റെ ചെയിനുകൾക്കോ ഇതിനൊന്നും ഒരു കംപ്ലയിൻ്റ് ഇല്ല. അപ്പോൾ മോള് അന്ന് എനിക്ക് തോന്നുന്നു 4th മറ്റോ പഠിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അത് നമ്മൾ എന്ത് ഓർണമെൻറ്റ്സ് ആണെങ്കിലും അത് യൂസ് ചെയ്യേണ്ട രീതിക്ക് യൂസ് ചെയ്യണം. അതിപ്പോൾ ഡ്രസ്സ് ആണെങ്കിലും അങ്ങനെ തന്നെയല്ലേ, നമ്മൾ വലിച്ചു വാരിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോകത്തില്ലേ, അതിൻ്റെ സ്റ്റിച്ച് വിട്ടു പോകത്തില്ലേ. അപ്പോൾ അതുപോലെ നമ്മൾ കെയർ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഈ ലൈറ്റ് വെയിറ്റ് ഒക്കെ വളരെ കെയർലെസ് ആയിട്ട് യൂസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാട്ടോ ഞാൻ ഈ ഒരു വീഡിയോ. കാരണം 1 പവൻ 2 പവനൊക്കെ മേടിച്ചാലും പൊട്ടിച്ചുകൊണ്ട് വരുന്നവരുണ്ട്. പക്ഷേ ഇത്രയും ലൈറ്റ് വെയിറ്റിൽ 1.8 ഗ്രാംസ് തുടങ്ങി 2 ഗ്രാം തുടങ്ങിയൊക്കെ ആംഗ്ലെറ്റ് ഒക്കെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിറ്റിയും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ പേഴ്സണൽ കളക്ഷനിൽ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഞാൻ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത് കേട്ടോ. പിന്നെ അതായത് നോക്കുക, അടുത്തത് ഇത് നിങ്ങൾ കണ്ടു കാണും കേട്ടോ. ഈ ഹാർട്ടിലുള്ളത് ഒരുപാട് മുന്നേ ഉള്ള ഐറ്റമാണ്. ഇപ്പം എനിക്ക് കുറച്ച് വേറെ ഐറ്റംസ് വന്നുകൊണ്ട് ഞാനിതിങ്ങനെ വെച്ചേക്കുന്നത്. പക്ഷേ ഇതിനൊന്നും ഡാമേജ് കംപ്ലയിൻസ് ഒന്നുമില്ല, അതുകൊണ്ട് എനിക്കിതൊന്നും ചെയ്യാൻ തോന്നില്ല. എൻ്റെ കളക്ഷനിൽ ഇങ്ങനെ വെച്ചേക്കാണ്. അപ്പോൾ നമ്മുടെ ഡയമണ്ട്സിൽ ഏറ്റവും ലൈറ്റ് വെയിറ്റിൽ ഡയമണ്ട്സും കുറവാണ്, നമുക്ക് വെയിറ്റും കുറവാണ്, എമൗണ്ടും കുറവാണ്, നല്ല രീതിയിൽ വരുന്ന ഒരു ഐറ്റമായിട്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ഈ കാണുന്ന കളക്ഷൻസിൽ പല കളക്ഷൻസ് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് മാത്രം കുറച്ച് ബുദ്ധിമുട്ട് വരുള്ളൂ കേട്ടോ. എങ്കിലും മാക്സിമം അത് ഓൺലൈനിലോ അല്ലെങ്കിൽ ഷോപ്പിലോ പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഞങ്ങളത് കളക്ട് ചെയ്യാൻ ശ്രദ്ധിക്കും കേട്ടോ. കാരണം എൻ്റെ കളക്ഷൻസ് ഒത്തിരി എൻക്വയറീസ് വരുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല ഹാർഡ് പാറ്റേണിൽ വരുന്ന ഇത് രണ്ടും കൂടി ആട്ടോ ഞാൻ പെയർ ചെയ്യാറ്. ഒരു റിങ്ങും ഈ ഒരു ഇതും കൂടിയാണ് ഞാൻ പെയർ ചെയ്യുക. കാരണം ബ്രേസ്ലെറ്റ് എടുത്ത് കുറേ കഴിഞ്ഞിട്ടാണ് റിങ്സ് തപ്പുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ അതിനെ മാച്ച് ചെയ്യാനായിട്ട് എനിക്കിതാ കിട്ടിയ കസ്റ്റമൈസ് ചെയ്യാൻ എനിക്ക് കാത്തിരിക്കാനുള്ള ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തതാണ്. വേണമെങ്കിൽ നമുക്ക് ആ ഒരു സെയിം പാറ്റേണിൽ തന്നെ നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇതിലൊരു ഹാർട്ട് ഹാങ്ങിങ് ആയിട്ടും വരുന്നുണ്ട്, ഇൻഫിനിറ്റിയും വരുന്നുണ്ട്, ബോക്സ് ചെയിൻ ആണ് വന്നേക്കുന്നത്. പിന്നെ അതായത് കണ്ടോ, അത് ഇതിൽ ഹാങ് ചെയ്തിട്ട് കിടക്കുന്നത് ഇത് കണ്ടോ, നല്ല ടൈറ്റാണ്, ഒരു പ്രശ്നമില്ല. നമുക്ക് നല്ല അത് പതിയെ നമ്മളിത് ഇങ്ങനെ സ്മൂത്തായിട്ട് ഇതിങ്ങനെ വലിച്ചാൽ മതി, ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതിങ്ങനെ വളരെ ഭയങ്കരമായിട്ടൊക്കെ വലിക്കുകയും ഇതാക്കുകയും ചെയ്യുമ്പോഴാണ് ഇത് പോകുന്നത്. അതിന് മാച്ച് ചെയ്തിട്ട് ഞാൻ ഈ ഒരു റിങ് ഇട്ട് കൊടുക്കലിട്ട്. എല്ലാത്തിനും കറക്റ്റ് മാച്ചിങ് ഒന്നും കിട്ടില്ല, ചിലത് എല്ലാം മാച്ചിങ് എടുക്കാന്ന് വെച്ചാൽ ഗോൾഡല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇത് ഞാൻ ഏകദേശം മാച്ച് ചെയ്ത് വെച്ച് ഞാൻ വീഡിയോക്ക് വേണ്ടി എടുത്തതാണ്. ഇതുണ്ടോ, ഇതൊരു ഇൻഫിനിറ്റി ആട്ടോ, ഇത് ബത്തൂസിൻ്റെ ആണ്. അപ്പോൾ ഇതിലേക്ക് പെയർ ചെയ്യാനായിട്ട് റിങ് ഒന്നുമില്ല, ഇത് അവൾ ഏതൊക്കെയെങ്കിലൊക്കെ ആയിട്ട് ഇട്ടിട്ടാണ് പതിവ്. അടുത്ത് വരുന്നത് ഒരു ഹാർട്ട് പാറ്റേൺ തന്നെയാണ്. ഇത് ബൈജമോളുടെ കളക്ഷൻ ആട്ടോ. ഇതിലും ഒരു ഹാങ്ങിങ് ഒക്കെ വന്നിട്ടുണ്ട്, ഹാർട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട്
നല്ല രസമുള്ള ഒരു പാറ്റേൺ തന്നെയാട്ടോ ഇത്. ഇതൊക്കെ ഒരുപാട് നാൾ അവൾ യൂസ് ചെയ്തിട്ട് അപ്പോൾ ചെറുതായിട്ട് അതിൻ്റെ തഴുക്കൊക്കെ കയറി ഒരു ഷൈനിങ് ഒക്കെ പോയിരിക്കുന്നത്. നമുക്കിത് വേണമെങ്കിൽ കളർ ചെയ്യാം, അതുപോലെ പോളിഷ് ചെയ്യാം. അപ്പോൾ പുതിയതുപോലെ ഉണ്ടാവും കേട്ടോ. അത്യാവശ്യം ഒരുപാട് നാൾ നമുക്കിത് യൂസ് ചെയ്യാം. എനിക്കൊന്ന് 6 ഗ്രാമോ 4 ഗ്രാമോ അങ്ങനെയൊക്കെ ഇതിൻ്റെ വെയിറ്റ് വരുന്നുള്ളൂ കേട്ടോ. സ്റ്റാർട്ടിങ് ഒരു 6 ഗ്രാം വരെയൊക്കെ ആയിരുന്നു നമ്മൾ അഡ്ജസ്റ്റബിൾ കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതുപോലത്തെ കളക്ഷനൊക്കെ വേണമെങ്കിൽ സെയിം തന്നെ വേണമെങ്കിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്തൊക്കെ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അടുത്തൊരു കളക്ഷൻ നോക്കിയേ, ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഒരു കളക്ഷനാണ്. ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഫസ്റ്റായിട്ട് എനിക്ക് അഡ്ജസ്റ്റബിൾ ഞാൻ എൻ്റെ കയ്യിൽ വെയർ ചെയ്ത് ഇതാട്ടോ. ഇതൊന്ന് പോളിഷ് ചെയ്തൊന്നെടുത്ത് കുട്ടപ്പനാക്കണം. കാരണം എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ്. ഇതിങ്ങനെ സിമ്പിളായിട്ട് വരണോണ്ടേ നമുക്ക് വാച്ചിൻ്റെ കൂടെയും അല്ലെങ്കിൽ അതിൽ ബാങ്കിളുടെ കൂടെയൊക്കെ നമുക്കിത് വെയർ ചെയ്തിടാൻ പറ്റും. ഹാർഡ് പാറ്റേൺ ആയതുകൊണ്ട് കോമൺ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പാറ്റേൺ ആണ്. അപ്പോൾ ഈ സെയിം തന്നെ നമുക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം, വന്നിട്ട് ഇതിലേക്ക് മാച്ച് ചെയ്ത് റിങ് ചെയ്യണമെങ്കിൽ ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. ലാസ്റ്റ് പാറ്റേൺ ആയിട്ടോ വരുന്നത് ഈ ഹാർട്ടിൽ സ്റ്റോണും ഇതൊക്കെ വെച്ചിട്ട് ലാസ്റ്റ് വരുന്ന പാറ്റേൺ ആണ്. നല്ല ഭംഗി തന്നെ വരുന്ന ഈ ഒരു പാറ്റേൺ. ഇതും ഒത്തിരി നാൾ മുമ്പുള്ള കേട്ടോ. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈയുടെ ഫ്രണ്ട് പോർഷൻ ഫുൾ ഇങ്ങനെ കവർ ചെയ്തേക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അത് കാരണം ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് കളക്ഷൻസ്. അപ്പോൾ കൂടുതൽ കളക്ഷൻസുമായിട്ട് വന്നിട്ട് അടുത്ത കളക്ഷൻ അടിപൊളിക്കിഡിലും കളക്ഷനുമായിട്ടാണ് തന്നെ. അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്തിട്ടൊന്ന് പോകണം കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു കളക്ഷൻസ് ഒക്കെ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്, ഫോളോ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ പർച്ചേസ് ചെയ്യാനാണെങ്കിലും സെല് ചെയ്യാനാണെങ്കിലും അതുപോലെ നമുക്ക് നല്ല ഓപ്ഷനൊക്കെ ഉണ്ട് കേട്ടോ. വെഡിങ് പാർട്ടിയൊക്കെ ആണെങ്കിൽ അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്യാനും അതുപോലെ സീറോ മേക്കിങ്ങിൽ എടുക്കാനുള്ള ഓപ്ഷൻസ് എല്ലാം നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഷോപ്പ് നമ്പറൊക്കെ താഴെ കൊടുക്കുന്നുണ്ട്, കോൺടാക്ട് ചെയ്യുക. ഇതൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ നെക്സ്റ്റ് അടിപൊളി കിട്ടിലും വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. ടേക്ക് കെയർ, ബൈ ബൈ.